ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൈതച്ചക്ക എന്ന് പറയും, ഇംഗ്ലീഷിൽ പൈനാപ്പിൾ എന്ന്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിളിനെ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചു. ഇതേ തുറന്ന് നോക്കിയപ്പം പച്ചടിയായി. ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തു, ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് മതിയേ, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പൈനാപ്പിളിൽ വെള്ളമുള്ളതാണല്ലോ. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാമേ. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇതേ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇല്ലാത്ത കാരണം 2 കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ വട്ടത്തിലരിഞ്ഞിട്ട് കടുക് വറക്കുന്ന സമയത്ത് ചേർത്താലും മതി. ലേശം ജീരകം വളരെ കുറച്ച് മതി. ഇനി കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വെള്ളരിക്ക പച്ചടിക്കൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് കടുകും ജീരകവും വേണ്ട. ഇതിനകത്ത് വളരെ കുറച്ച് മതിയേ. പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാമേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ അതുപോലെ ഒരു ചട്ടി അടപ്പിൽ വെച്ചു. അതേ ചട്ടി തന്നെയാണ്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. അത് നന്നായിട്ടത് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ. ദൂരെ നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് തെറിക്കും കേട്ടോ. തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഞാൻ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുക, എന്നാലും നന്നായിട്ട് തെറിക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നന്നായിട്ട് തെറിക്കും കേട്ടോ. അപ്പോൾ ദൂരെ മാറി നിന്നിട്ട് മുഖത്തൊന്നും വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പൈനാപ്പിളിന് നന്നായിട്ട് മധുരം ഉണ്ടായിരുന്ന കാരണം ഞാൻ അല്ലാതെ പഞ്ചസാര അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിന് മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.